ഹലോ ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വിവാഹ സാഫല്യത്തിൽ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഭാര്യ മരിച്ച 3 ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ബയോഡാറ്റയാണ്. 3 പേരും തന്നെ ഭാര്യ മരിച്ചവരാണ്. അവർ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലയിലുള്ളവരാണ്. അതേപോലെ തന്നെ ISROയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഒരാൾ റിട്ടയർഡ് ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരാൾ റിട്ടയർഡ് KSRTCയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ 3 പേരും തന്നെ തനിച്ച് താമസിക്കുന്നവരാണ്. മക്കളൊക്കെ പുറത്താണ്. അവർക്ക് പിന്നെ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് ഒരാളെ അന്വേഷിച്ചിട്ടാണ് നമ്മളടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെ സ്ത്രീകളുടെ ബയോഡാറ്റ എന്ന് പറയുമ്പോൾ അവർക്ക് അവരെ സാമ്പത്തികമോ കാര്യങ്ങളോ വീടോ സ്ഥലമോ ഒന്നും അവർ കാര്യമാക്കണില്ല. അവരുടെ കൂടെ ഷെയർ ചെയ്ത് ഒന്നിച്ച് പോകാൻ പറ്റിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇവരൊക്കെ തന്നെ അത്യാവശ്യം പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ വീടും സ്ഥലവും ഒക്കെ ഉണ്ട്. മക്കളൊക്കെ പുറത്താണ്. അതുകൊണ്ട് മക്കളുടെ സമ്മതം കൂടി കിട്ടിയിട്ടാണ് ഇവരൊക്കെ മാരേജിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഭാര്യമാർ മരിച്ച് ഒറ്റപ്പെട്ട് മക്കളൊക്കെ ശരിക്കും അവർക്ക് ഇപ്പോൾ ദൂര സ്ഥലത്ത് ജോലിയാണെങ്കിൽ പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ മക്കൾ തന്നെയായിട്ട് മുൻകൈ എടുത്തിട്ട് നമ്മളെടുത്ത് ബയോഡാറ്റ തന്നവരാണ് അധികം പേരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ബയോഡാറ്റയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും തനിച്ച് ഒറ്റപ്പെട്ട് ആരും ആശ്രയിക്കാനില്ലാതെയൊക്കെ ജീവിക്കുന്ന എത്രയോ പേര് നമ്മളെ വീടിൻ്റെ പല കോണുകളിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്ത്രീകൾ മുന്നോട്ട് വന്ന് എൻ്റെ ഈ ബയോഡാറ്റ നിങ്ങൾ ചോദിച്ച് വാങ്ങണമെന്ന് യാതൊരുവിധ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും കൂടാതെ തന്നെ ഇവർ ബയോഡാറ്റ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് വാങ്ങി നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യുന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഫോണിലേക്ക്, എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങളെ ബയോഡാറ്റയോ അല്ലെങ്കിൽ ഫോട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരുടെ ബയോഡാറ്റയും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരാൾ വിളിച്ചാലും ഈ 3 പേരുടെ ബയോഡാറ്റ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ ആർക്കാണ് ഈ ബയോഡാറ്റ വേണ്ടത്? നമ്മളെ മക്കളാലൊക്കെ ഒറ്റപ്പെട്ട്, അല്ലെങ്കിൽ മക്കൾ പുറത്താണ്, അല്ലെങ്കിൽ മക്കളെ നമ്മളെ ഉപേക്ഷിച്ച് പോയവരാണ്, അല്ലെങ്കിൽ മക്കളെ നമ്മളെ ശ്രദ്ധിക്കാത്തവരാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ തമ്മിൽ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ ബയോഡാറ്റ നിങ്ങൾക്കായി. 3 പേരും ഗവൺമെൻറ് എംപ്ലോയീസാണ്. ആർമിക്കാരനാണ്, അതേമാതിരി മറ്റേയാൾ ISROക്കാരനാണ്, വേറൊരാൾ KSRTC എംപ്ലോയീസാണ്. അപ്പോൾ 3 പേരുടെ ബയോഡാറ്റയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 3 പേരും പിന്നെ ഫസ്റ്റിലുള്ള KSRTCത്തെ ആളെന്ന് പറയുന്ന ആൾക്ക് ഒരു മോനാണുള്ളത്. ഒറ്റ മോനാണ്. അമ്മ ടീച്ചറായിരുന്നു. അമ്മ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. അപ്പോൾ ഈ ഒറ്റ മോന് കല്യാണമൊക്കെ കഴിഞ്ഞ് പുറത്താണ്, UK-യിലാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ആളതും അതെ. പിന്നെ മോന് 2 പെൺകുട്ടികളാണ്. പെൺകുട്ടികളെ കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തയച്ചു ISROക്കാരൻ്റെ. അപ്പോൾ അവരും തീർത്തൊറ്റപ്പെട്ടവരാണ്. അമ്മ മരിക്കുകയും ചെയ്തില്ലേ. പിന്നെ മറ്റേ ആൾക്കാണെങ്കിലും 2 ആൺമക്കളാണ്. 2 കല്യാണമൊക്കെ കഴിഞ്ഞ് സെപ്പറേറ്റായി. അപ്പോഴും അച്ഛന് ഒറ്റപ്പെട്ട രീതിയിലാണ്. അപ്പോൾ ഈ ബയോഡാറ്റ ആർക്കെങ്കിലും എൻ്റെ ഈ ബയോഡാറ്റ താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചിമാർ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവരെ നമ്പർ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ യാതൊരുവിധ ഫീസും കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങളെ ബയോഡാറ്റ അയക്കുകയോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആശ്വാസം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൂട്ട് ഇതിൽ നിന്ന് കിട്ടുമെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാം. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ
നിങ്ങളുടെ മുൻപിൽ ഇനിയും എല്ലാ ദിവസവും തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുക, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഒരാളായി എന്നും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ശുഭരാത്രി. ഓക്കെ.